നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്നാവട്ടെ പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതുവർഷഫലം എന്ന് പറയുമ്പോൾ 1202 ആണ്ട് ചിങ്ങമാസം 1 തീയതി തൊട്ട് കർക്കിടകം വരെ വരുന്ന ഫലം, 2026 ഓഗസ്റ്റ് മാസം 17 തീയതി തൊട്ട് വരുന്ന ഒരു വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. അത് ചിങ്ങമാസം എന്ന് പറയുമ്പോൾ മലയാളികളുടെ പുതുവർഷം. നമ്മൾ ജനുവരിയും മേടമാസവും ഒക്കെ നോക്കുമെങ്കിലും മലയാളികളുടെ പുതുവർഷമാണ് ചിങ്ങ 1 തീയതി തൊട്ട് കർക്കിടകം വരെ വരുന്ന കാലയളവ്. ഓരോ രാശിക്കാർക്കും ഈ വർഷം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് മകരരാശിക്കാരുടെ വാർഷിക ഫലത്തെ ചിന്തിക്കാം, പുതുവർഷഫലം ചിന്തിക്കാം. മകരൻ രാശിപ്പെടുന്നത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, ഉത്രാടം മുക്കാലും, തിരുവോണ നക്ഷത്രവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന നക്ഷത്രമാണ്. ശരിക്ക് രാശിയാണ് മകരരാശി. മകരരാശിക്കാർക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേതെന്ന് അറിയുക. വളരെ അനുകൂലപ്രദമായ വർഷം എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ പീരീഡുകൾ നിങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു. 7 വർഷക്കാലം 7 ശനി നടക്കുകയായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ശനിയുടെ ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശനിയില്ല. കഴിഞ്ഞ വർഷമായപ്പോൾ ശനി ഇല്ലായിരുന്നെങ്കിൽ പോലും വ്യാഴം 6-ൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് വ്യാഴം 7-ലേക്ക് പോയിരിക്കുകയാണ്. നിവൃത്തി സ്ഥാനത്തേക്ക് വ്യാഴം നിൽക്കുന്ന സമയമാണ്. വ്യാഴം നിവൃത്തി സ്ഥാനത്തേക്ക് വന്നു. 7 ശനി പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന സമയം. നല്ല ഒരു വർഷമാണ് നിങ്ങളെ പുതുവർഷം. ഈ രാശിക്കാർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷം. നിവൃത്തി എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം പരിഹരിക്കപ്പെടും. മുടങ്ങിക്കിടക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. എന്തൊക്കെ പ്രശ്നത്തിൽ കുടുങ്ങിയിരുന്നാലും അതെല്ലാം നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അതുപോലെ വിവാഹം നടക്കാത്തവർക്ക്, വിവാഹം നടക്കാതിരിക്കുകയാണ്, അയ്യോ വിഷമിച്ച് നിൽക്കുന്നവർക്ക് വിവാഹം നടക്കും. അല്ലെങ്കിൽ മക്കളെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളാണ് ഈ രാശിയിൽ വന്നതെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കും. ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് നടക്കാതിരിക്കുന്നവരാണെങ്കിൽ വിദേശ യാത്രയ്ക്ക് നിങ്ങൾ ശ്രമിക്കുക, നടക്കും. ഇങ്ങനെ നിവൃത്തി സ്ഥാനം ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയ സാധ്യത ഉണ്ടാവാൻ പോകുന്ന ഒരു വർഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങണം. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. ആഗ്രഹം നമ്മൾ റിസ്ക് എടുക്കണം. എല്ലാത്തിനും ഒരു തയ്യാറെടുപ്പ് നടത്തണം. എല്ലാം നമ്മൾ ഇരിക്കുന്നിടത്ത് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. സമയത്തെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവനാണ് മിടുക്കൻ. സമയം നമ്മളെ നോക്കി നിൽക്കത്തില്ല, സമയത്തെ നമ്മൾ നോക്കി മുന്നോട്ട് പോകണം. ഇപ്പം നല്ലതും ചീത്തയും വരുന്നതിനെ മനസ്സിലാക്കി പോകുന്നവന് പരാജയം വരില്ല. അപ്പോൾ നമുക്ക് വിജയത്തിൻ്റെ കാലഘട്ടമാണ് ഈ ഒരു വർഷം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നിങ്ങളിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന ലൈവ് പ്രോഗ്രാമും ഒക്കെ നിങ്ങളിലേക്ക് സമയത്തിനെത്താനും അതിൽ പങ്കെടുക്കാനും ഒക്കെ സഹായിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി വേണ്ടി ഷെയർ ചെയ്യുക. കാരണം അവർക്കും ഈ നല്ല സമയത്തെ മനസ്സിലാക്കി അവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാവിട്ട് അതിനു വേണ്ടി അവരെയും സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും, എല്ലാ മകരരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.